ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്. രാവിലെ തന്നെ പല്ല് തേക്കലും മുഖം കഴുകലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ചായ കുടിക്കാൻ പോക്കാണ്. പുറത്ത് നല്ല മഴയാണ്. എനിക്ക് ഈ മഴ ആസ്വദിച്ച് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പൊക്കെ ഞാൻ പുറത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കസേര എന്ന് വെച്ചാൽ എൻ്റെ മോനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ കസേരയാണ്. പക്ഷേ ഈ കസേരൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര വെയിറ്റ് വരെയും ഈ കസേരയ്ക്ക് താങ്ങാൻ സാധിക്കും. സാധാരണ രാവിലെ എല്ലാവരും ഉള്ളടിച്ച് വരതിന് ശേഷമാണ് ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ ഒരുക്കൽ. പക്ഷേ എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ ആദ്യം അലക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളടിച്ച് വരാം. മഴയൊക്കെ പെയ്താൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ അലക്കാൻ കഴിയില്ല. ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെ എഴുന്നേറ്റു. പിന്നെ മഴ ലേശം കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ അലക്കാൻ കഴിഞ്ഞത്. പിന്നെ അലക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ ഉള്ളടിച്ച് വരാൻ വേണ്ടി വന്നു. പകുതി അടിച്ച് വരുമ്പോഴേക്കും മോൻ എഴുന്നേറ്റിരുന്നു. മോൻ്റെ പല്ല് തേക്കലും ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ഉണക്കാനിടാൻ മുകളിലേക്ക് വന്നതാണ്. ഞാൻ അടിച്ചു വാരിയതിന് ശേഷമാണ് ഡ്രസ്സ് ഉണക്കാനിടാൻ മുകളിലേക്ക് വരാറ്. പിന്നെ ഞാൻ വരുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ മോനും ഉണ്ടാവും. പിന്നെ അവനക്ക് ഇങ്ങനെ മേലെ കയറി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവനെ എഴുന്നതിന് ശേഷം മാത്രമേ ഡ്രസ്സ് ഉണക്കാനിടാൻ മുകളിലേക്ക് കയറാറുള്ളൂ. പിന്നെ രാവിലെ തന്നെ ഉമ്മ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. നമുക്കിന്ന് രാവിലെ തന്നെ പുട്ടും അതിൻ്റെ കൂടെ ബീഫ് കറിയാണ്. പിന്നെ ഞാൻ മോനിക്ക് വേണ്ടിയിട്ട് കുറച്ച് പുട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവനക്ക് പുട്ടിൽ ബീഫ് കറീനേക്കാട്ടും കൂടുതൽ ഇഷ്ടം പഞ്ചസാരയാണ്. എനിക്കെന്നാലും അങ്ങനെ പഞ്ചസാരയോട് തീരെ താല്പര്യമില്ല. പഴം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും പുട്ടും പഴവും പഞ്ചസാരയും കൂട്ടി കഴിക്കും. പിന്നെ അതിനുശേഷം പിള്ളേരൊക്കെ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഇത്താത്തൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട ടൈമെന്ന് വെച്ചാൽ ഒരു 7 മണിയാണ്. 6:45 7 മണി ടൈം. ആ സമയത്ത് എങ്ങനെയൊക്കെയോ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പറഞ്ഞേക്കലാണ് പതിവ്. പക്ഷേ ശനി ഞായർ ദിവസങ്ങളിൽ 10-12 മണി വരെ ഉറങ്ങും. ഇവരിങ്ങനെ ഉറങ്ങുന്ന കാണുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എങ്ങനെയാണ് ബാക്കിയുള്ള ദിവസം ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് സ്കൂളിൽ പോകൽ? പിന്നെ ഇവളാണ് നമ്മളെ വീട്ടിൽ ഇത്തിരി നേരത്തെ എഴുന്നേൽക്കുന്ന ആൾ. എഴുന്നേൽക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാകും. ഞാൻ അവളെ ക്ലിപ്സും കാര്യങ്ങളും എടുക്കണ്ടെന്ന് പറഞ്ഞ് തടയുന്നുണ്ട്. പിന്നീട് അന്നത്തെ ദിവസം തന്നെ ഞാൻ 1-2 ഫേസ് പാക്കൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ഫേസ് പാക്ക് തയ്യാറാക്കിയാലും എൻ്റെ കൂടെ അതിട്ട് ട്രൈ ചെയ്യാൻ വരുന്നവരാണ് ഈ 2 പേര്. പിന്നെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് എന്ന് വെച്ചാൽ നല്ല എഫക്റ്റീവുള്ള ഫേസ് പാക്കാണ്. പിന്നെ നമ്മളെ വീട്ടിലുള്ള റെമഡീസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഫേസ് പാക്കൊക്കെ തയ്യാറാക്കിയത്. നല്ല എഫക്റ്റീവാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ വീഡിയോ കാണാത്തവർ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കുക. തീർച്ചയായും പോയി കണ്ടു നോക്കുക. പിന്നെ അതിനുശേഷം ഞാൻ ഈ ഒരു 2 സാധനം കാണിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഡിഫറെൻറ്റ് വേറെ തന്നെ ഒരു എന്താണെന്ന് പറയുക ഒരു വെറൈറ്റി സംഭവമായിട്ട് തോന്നിയ 2 സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അതിനെ നിങ്ങൾക്ക് ഈ വീഡിയോയിലോട്ട് കാണിച്ചു തരാം. പിന്നെ ആദ്യം തന്നെ ഞാൻ ഈ ഒരു സാധനമാണ് കാണിക്കുന്നത്. പിന്നെ മോനെ ഉറങ്ങുന്നുണ്ട്. മോനെ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോയും ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇത് പണ്ട് കാലത്തെ ഒരു റാന്തൽ എന്ന് പറയുന്ന ഒരു സംഭവം. ഇതിൻ്റെ പേരും കാര്യങ്ങളും കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 2 സാധനത്തിൻ്റെയും. പിന്നെ ഇതെന്ന് വെച്ചാൽ സോളാറിൽ നല്ല നല്ല വെയിലത്ത് വെച്ചാലും ഇത് പ്രവർത്തിക്കും. ഇപ്പം മിക്ക വീടുകളിലും ഇൻവേർട്ടറും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എന്നാലും പണ്ടത്തെ കാലത്ത് അധികം ഇതേപോലത്തെ സാധനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇതൊരു എമർജൻസിയാണ്. നമുക്കൊക്കെ വീട്ടിൽ ഇത് അത്യാവശ്യമാണ്. ഇത് 7 പവർ മോഡായിട്ടാണ് വരുന്നത്. ഇത് ചാർജ് കുത്താൻ പറ്റിയ ഒരു സംഭവമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി സംഭവം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത്. പിന്നെയെന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സംഭവമാണ്. അടിപൊളി എന്നല്ല, നല്ലൊരു ക്യൂട്ട് സംഭവമാണ്. ഇതൊരു ടിഫിൻ ബോക്സാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഈ സ്കൂളിലൊക്കെ പോകുമ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ, ചൂടോടെ കുട്ടികൾക്ക് തിന്നാൻ പറ്റിയ ഒരു ടിഫിൻ ബോക്സാണ് ഇത്. നല്ലപോലെ എന്താണെന്ന് പറയുക, ഇതിൻ്റെ വലുതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഹോസ്പിറ്റലാകുന്ന സമയമൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഒരു വലിയ പാത്രത്തിലാണ്. അതിലാകുമ്പോൾ ചോറൊരു തട്ടിൽ, അച്ചാറൊരു തട്ടിൽ, കറി ഒരു തട്ടിൽ, അങ്ങനെയായിട്ട് വരും. പിന്നെയെന്ന് വെച്ചാൽ ഇതിലങ്ങനെ അത്യാവശ്യം ചോറും കാര്യങ്ങളും നമുക്ക് പിടിക്കില്ല. വലിയവർക്കൊന്നും അങ്ങനെ ഉപകാരപ്രദമാവില്ല. എന്നാലും അത്യാവശ്യം അച്ചാറ്, കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാം. പക്ഷേ ചോറും കാര്യങ്ങളൊക്കെ വലിയവർക്ക് തിന്നാൻ പറ്റിയ അളവിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ എന്നാൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചൂടോടെ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഞാൻ ഇത്താത്തനോടൊക്കെ പറഞ്ഞത്, നിങ്ങളൊക്കെ ഹോസ്പിറ്റലായ സമയം ഞാൻ ഇത് കൊടുത്തിട്ട് ഫുഡൊക്കെ ഇതിൽ കൊണ്ടുവരാമെന്ന് അന്നേരം പറഞ്ഞത്. ഇതിലങ്ങനെ അത്യാവശ്യം അങ്ങനെ ആർക്കും ഫുഡ് കഴിക്കാൻ പറ്റിയ, എന്നാൽ എന്താണെന്ന് പറയുക, കാണാൻ അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഇങ്ങനെ തൂക്കി പിടിക്കാൻ പറ്റിയിട്ട് നല്ല കയറും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നീട് ഉച്ചക്കത്തെ ക്ലിപ്സും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ പുറത്തു പോകാൻ ഇറങ്ങിയതാണ്. ഞാനും ഉമ്മയും ഹസ്ബൻഡും മോനും പിന്നെ ഇത്താത്തൻ്റെ മോളൊക്കെ കൂടിയിട്ട്. എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് പള്ളിയിൽ പോകാനുണ്ട്. ഞാൻ പ്രസവിക്കുന്ന സമയം എൻ്റെ ഉമ്മ ഒരു നേർച്ച നേർന്നിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകാൻ നേരം നമ്മൾ ലാജക്കൂട്ട് നമ്മളൊപ്പരം വരാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മ എവിടെ പോയാലും അവനൊപ്പരം ഉണ്ടാവും. എൻ്റെ ഉമ്മ പറയുന്നത് പോലെ കേൾക്കുന്നൊരു പൂച്ചയാണ്. എൻ്റെ ഉമ്മ അപ്പുറത്തെ വീട്ടിൽ പോയാലോ അല്ലാണ്ട് കടയിൽ പോയാലോ ഒപ്പരം തന്നെ പോകും. എൻ്റെ ഉമ്മ ഇപ്പോൾ സുഖമില്ലാണ്ടായാണ്ട് നേരത്തെ കിടന്നാലും ഉമ്മാൻ്റെ അരിയത്ത് പോയിട്ട് അതേപോലെ കിടക്കും. അങ്ങനത്തെ ഒരു പൂച്ചയാണിത്. ഇപ്പോൾ എൻ്റെ ഉമ്മ പോകുമ്പോൾ ബേക്കിൽ തന്നെ പോകുന്നുണ്ട്. ഉമ്മ കറി കയറിയതിന് ശേഷം ഉമ്മ പറഞ്ഞ് നീ അവിടെ നിൽക്ക്, നമ്മൾ വേഗം പോയിട്ട് വരാമെന്ന് പറയുന്നത് കേട്ടിട്ട് അവിടെ തന്നെ നിന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പള്ളിയിലേക്ക് വിട്ടു. പിന്നെ ഈ ഒരു നേർച്ച എന്ന് വെച്ചാൽ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞപാട് പോകാൻ വേണ്ടി നേർന്നൊരു നേർച്ചയാണ്. പക്ഷെ നമ്മളിപ്പോൾ പോകുമ്പോഴത്തേക്ക് എൻ്റെ മോനിക്ക് ഏകദേശം ഒരു 2 വയസ്സൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. നമ്മൾ പോകുന്ന പള്ളി കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് തന്നെ പോയി വരുമ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായിട്ടുണ്ട്. നമ്മൾ വരുമ്പം തന്നെ നല്ല മഴയും കാര്യങ്ങളാണ്. പിന്നെ അധികം ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റ ബൈ ബൈ.